ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്നപ്പം എൻ്റെ ശരീരമാണ്. വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ സ്നേഹം ചാലിച്ച് വേണം അർപ്പിക്കാൻ. നമ്മൾക്ക് ഈ വിശുദ്ധ കുർബാനയ്ക്ക് വരുമ്പോൾ ഈ ഭാരപ്പെട്ട് അർപ്പിക്കുകയല്ല വേണ്ടത്. നമ്മൾ സ്നേഹത്തോടു കൂടി അർപ്പിച്ചു നോക്കുക. സ്നേഹം ഉള്ളിൽ വരുമ്പോഴാണ് എന്ത് കാര്യങ്ങൾക്കും അതിന് ആഴമുണ്ടാകുക, അർത്ഥമുണ്ടാകുക. സ്നേഹം നഷ്ടപ്പെടുമ്പോഴാണ് നമ്മളൊരാളെ സ്നേഹിക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് എന്തും നമ്മൾ ചെയ്തു കൊടുക്കും. എന്ത് കാര്യങ്ങളും ആ വ്യക്തിയുടെ കൂടെ നിന്ന് ചെയ്തു കൊടുക്കും. ആ വ്യക്തി കൂടെ ഉണ്ടാകുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. ഇത് തന്നെയാണ് വിശുദ്ധ കുർബാനയിലും. നമ്മളൊക്കെ ഇവിടേക്ക് വരുമ്പോൾ സ്നേഹം കൊണ്ട് വരണം, ഭാരപ്പെട്ട് വരും, നിർബന്ധം കൊണ്ട് വരരുത്, ഉറക്കം തൂങ്ങി വരരുത്. ഏറ്റവും അനുഗ്രഹമായൊരു സ്ഥലമായിട്ട് മാറണം വിശുദ്ധ കുർബാന. വിശുദ്ധർ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. വിശുദ്ധ കുർബാനയിൽ സന്തോഷം കണ്ടെത്തിയ വ്യക്തിയാണ് ജീവിതത്തിലെ ഏറ്റവും നല്ല സുന്ദരമായ ജീവിതം നയിക്കുന്നത്. ആ വ്യക്തിയുടെ കൂടെ കർത്താവുണ്ട്. നമുക്കത് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. വിശുദ്ധ കുർബാനയിൽ സന്തോഷം കണ്ടെത്തുക. എനിക്കത് പറ്റുന്നുണ്ടോ? ബാക്കി ഒരു സ്ഥലത്ത് നിങ്ങൾ സന്തോഷം കണ്ടെത്തിയാലും ഈ ഒരു ആനന്ദം നമുക്ക് ലഭിക്കില്ല എന്നുള്ളതാണ്. വിശുദ്ധ കുർബാനയിലെ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഓരോ വിശുദ്ധ കുർബാനയിൽ നിങ്ങൾ ഏറ്റവും അന്നത്തെ വിശുദ്ധ കുർബാന പ്രഭാതത്തിൽ ഏറ്റവും ഭംഗിയായിട്ട് നിങ്ങൾ അർപ്പിച്ചു നോക്കിയോ. അത് നിങ്ങളുടെ ജീവിതം മുഴുവനായിട്ടൊരു ജീവൻ നൽകുകയാണ്. വിശുദ്ധ കുർബാന അർപ്പിക്കാത്ത ദിവസങ്ങളിൽ നിങ്ങൾക്കൊരു ജീവൻ ഉണ്ടാകുകയില്ല എന്നുള്ളതാണ്. അതിന് ഈ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ നമ്മളെ തടസ്സപ്പെടുത്തുന്നുണ്ട് പിശാചിന്റെ പ്രലോഭനം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. കാരണം ആ വ്യക്തി ശക്തനായിട്ട് മാറുന്ന പിശാച് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. നമ്മളത് മനസ്സിലാക്കുക. നമ്മൾ ശക്തനായിട്ട് മാറുന്ന വിശുദ്ധ കുർബാനയിലൂടെയാണ് എന്നുള്ളതാണ് ഈ ബോധ്യം നമുക്കുണ്ടാകട്ടെ. അപ്പോൾ വിശുദ്ധ കുർബാനയിൽ ആനന്ദം കണ്ടെത്താൻ, ആ വിശുദ്ധ കുർബാനയോട് ചേർന്നിരിക്കുമ്പോൾ ഒരു അഭിഷേകം കണ്ടെത്താൻ നമുക്ക് സാധിക്കട്ടെ. ഞാൻ ജീവൻ നൽകുന്നത് എൻ്റെ ശരീരം കൊണ്ടാണ്. നമ്മൾ ചിന്തിച്ച് നോക്കുക. ഇവിടെ വന്നിട്ട് ജീവൻ നൽകാനുള്ള അപ്പം സ്വീകരിക്കാതെ നമ്മൾ ഇറങ്ങിപ്പോകും എന്തായിരിക്കും? അതുകൊണ്ട് ഒന്ന് ചിന്തിച്ച് നോക്കുക. നമ്മൾ ഇവിടെ കടന്നു വരുന്നു, വിശുദ്ധ കുർബാന സ്വീകരിക്കാതെ നമ്മൾ പല ദിവസങ്ങളും ഇറങ്ങിപ്പോകുന്നു. ജീവൻ്റെ അപ്പമാണ് സ്വീകരിക്കാതെ പോകുന്നത്. അങ്ങനെ പോകാതിരിക്കുക. അതുകൊണ്ട് ഈ വിശുദ്ധ കുർബാനയിൽ ആനന്ദം കണ്ടെത്താൻ വിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചൊരുങ്ങി വേണം വരാൻ, അല്ലാതെ ഓടി വരരുത്. നിങ്ങളുടെ വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഒരു ജപമാല ചൊല്ലി വരിക. പരിശുദ്ധ അമ്മ നമ്മളിങ്ങനെ അനുഗ്രഹിക്കും. മുറിയിൽ നിങ്ങൾ വരുന്ന സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ വരിക. ഉള്ളു നിറയെ പ്രാർത്ഥനയായിരിക്കും. പരിശുദ്ധാത്മ നിറയണമേ, എൻ്റെ ദിവസത്തെ ബലി ഏറ്റവും അഭിഷേകത്തോടുകൂടി അർപ്പിക്കാൻ പറ്റണേ എന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് വരിക. മറ്റുള്ള സിനിമ കഥകളും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ കണ്ടുകൊണ്ട് വിശുദ്ധ കുർബാനയ്ക്ക് വരരുത്. ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കി വരരുത്. വീട്ടിൽ തല്ലുണ്ടാക്കി വരരുത്. വീട്ടിലെ പല കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് വരരുത്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം പ്രാർത്ഥിച്ചുകൊണ്ട് വരിക. ഇവിടെ വരുന്നത് വരെ പ്രാർത്ഥിച്ചൊരിങ്ങനെ വരുമ്പോഴല്ലോ ആ ബലി ഏറ്റവും അഭിഷേകത്തോടു കൂടി നമുക്ക് അർപ്പിക്കാൻ പറ്റും. അച്ഛനത് അനുഭവമുള്ളത് കൊണ്ട് നിങ്ങളോട് പറയണം. എനിക്ക് എങ്ങനെ അത് പറഞ്ഞു തരാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. ആ ചെയ്തു നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ സന്തോഷവും ആനന്ദവും നിങ്ങൾക്ക് ലഭിക്കും. വിശുദ്ധ കുർബാനയിൽ ആനന്ദം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ജീവിതം സന്തോഷമായിരിക്കും. ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടേണ്ടി വരില്ല. ഒരു ആനന്ദം അന്വേഷിച്ചിറങ്ങേണ്ടി വരില്ല. ആ ദൈവം കൂടെയുള്ളപ്പോൾ പിന്നെ നമ്മൾ എന്തിനാ വേദനിക്കുന്നത്? പ്രാർത്ഥിക്കും.